നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. വളരെ കാലങ്ങളായിട്ട് റാപ്പിഡ് ഫയറിൽ നിങ്ങൾ ധാരാളം വാഹനങ്ങൾ കാണുന്നുണ്ട്, പല വാഹനത്തെപ്പറ്റി അറിയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു സ്വപ്ന വാഹനം ഉണ്ടാകും. തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവുമില്ല. വാഹനത്തിൻ്റെ കാര്യം മാത്രമല്ല, ഭാവിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏത് ലെവലിലെത്തണം എന്നതിനെപ്പറ്റി നമുക്കൊരു വലിയ സ്വപ്നമുണ്ടാകും. മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ നല്ല രീതിയിൽ ജീവിക്കണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ചാൽ മാത്രം പോരാ, പണം വളർത്തുന്ന രീതിയിൽ നിക്ഷേപിക്കുകയും വേണം. അങ്ങനെ ഭാവിയിലേക്ക് ഉപയോഗപ്പെടുന്ന നിക്ഷേപ മാർഗ്ഗങ്ങൾ വരുമ്പോൾ അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ HDFC ലൈഫിൻ്റെ ടോപ്പ് 500 സ്മാർട്ട് വാല്യൂ 50 ഫണ്ട് എന്ന NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട്. ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിക്ഷേപിച്ച പണം പോകുമോ എന്നുള്ള പേടി വേണ്ട. NAV 10 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഉള്ള ലിങ്ക് വഴി ഡീറ്റെയിൽസ് അറിയാം. ബാങ്കുകളിൽ നിന്ന് 5 അല്ലെങ്കിൽ 6% മാത്രം പലിശ ലഭിക്കുമ്പോൾ ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5 മുതൽ 10 വർഷങ്ങളിൽ വരെ ഓരോ വർഷവും ശരാശരി 28%, 20% മികച്ച റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. മാസം അടയ്ക്കുന്ന പ്രീമിയത്തിന് 120 ഇരട്ടി ലൈഫ് കവർ ലഭിക്കുന്നുണ്ട്. പിന്നെ കിട്ടുന്ന ലാഭത്തിന് ടാക്സും അടയ്ക്കേണ്ടതില്ല. പ്രവാസികൾക്കൊക്കെ മാസം 18,000 രൂപ വെച്ചൊക്കെ നിക്ഷേപിച്ചാൽ 2 കോടി രൂപ വരെയൊക്കെ നേടാനുള്ള വലിയ സാധ്യതയുണ്ട്. എന്നാൽ 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉള്ളതിനാൽ നിങ്ങൾക്ക് മുടങ്ങാതെ അടയ്ക്കാൻ കഴിയുന്ന തുക മാത്രം നിക്ഷേപത്തിനായിട്ട് തിരഞ്ഞെടുക്കുക. എന്തായാലും ഒരു കാര്യം ഓർക്കുക, ജൂൺ 15 NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 3 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലുള്ള ലിങ്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയർ കാണാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ റാപ്പിഡ് ഫയറിൽ കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഒരു റെനോ ഡസ്റ്ററിൻ്റെ ഓണറിനെ കാണുന്നത്. ഏറ്റവും പുതിയ റെനോ ഡസ്റ്ററിൻ്റെ. കാരണം പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഡസ്റ്റർ. കാരണം ടോട്ടലി മാറിയിട്ട് പ്ലാറ്റ്ഫോമും എഞ്ചിനും അടക്കം മാറിയാണ് പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ 1.3 ലിറ്റർ DCT, അതുപോലെ തന്നെ 1.3 ലിറ്റർ മാനുവൽ, പിന്നെ ഈ കഴിഞ്ഞ ദിവസം 1 ലിറ്റർ മാനുവൽ എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.3 ലിറ്ററിൻ്റെ DCT ഓട്ടോമാറ്റിക് മോഡലാണ്. അതിൻ്റെ ഉടമയെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? സുകേഷ്. എന്താ സുകേഷ്? ഞാൻ വർക്ക് ചെയ്യുന്നു ഇൻഫോസിസിൽ. ട്രിവാൻഡ്രം. അപ്പോൾ കൊച്ചിക്കാരനാണോ? കൊച്ചിയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പം വർക്ക് ഫ്രോം ഹൈബ്രിഡ് വർക്കിംഗ് മോഡലാണ്. 10 days അവിടെ, ബാക്കി ഇവിടെ. ശരി. ഇപ്പം എൻ്റെ ലോങ് ഡ്രൈവ് മൊത്തം കൊച്ചി ടു ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് 1 month ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. May 24th ഡെലിവറി. അതിന് മുമ്പ് ഏതാ ഉപയോഗിച്ചിരുന്നത്? അതിന് മുമ്പ് 2-3 വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ കാനഡയിൽ പോയിരുന്നു. അപ്പോൾ ഒരു 2 years അവിടെ ആയിരുന്നു. അവിടെ വെച്ച് നിസാൻ്റെ റോഗ് എന്നൊരു മോഡലായിരുന്നു കുറച്ച് ഉപയോഗിച്ചത്. അപ്പോൾ അതെനിക്ക് നല്ല കൺവീനിയൻറ്റ് തോന്നി. ഡ്രൈവും അവിടുത്തെ ഒരു ഇതും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം ഏകദേശം 1 year എടുത്തു ഞാൻ ഈ വണ്ടി ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ഏത് വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഇതിലേക്ക്. അപ്പോൾ ഇത് ഫൈനലൈസ് ചെയ്യാൻ 1 month എന്ന് വെച്ചാൽ 1 year. അതായത് കുറേ വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് പഠിക്കായിരുന്നു. ഇതിനെ പറ്റിയല്ല, ഓവറോൾ എനിക്ക് കൺവീനിയൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഡ്രൈവും നല്ലപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല എനിക്ക് വേണം ആ ഒരു ഇത് വേണം. പല മോഡലും നോക്കി, ഇലക്ട്രിക് നോക്കി, എലിവേറ്റ് നോക്കി, അങ്ങനെ അവസാനം ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പം എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത് നല്ലതായിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവരത്രയും എഫോർട്ട് ഇട്ടിട്ടാണ് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെതായ ഒരു ക്വാളിറ്റി കൂടെ ഉണ്ടാവും. പിന്നെ ആദ്യത്തെ ഡസ്റ്ററിൻ്റെ ലുക്ക്, ആ വണ്ടി എനിക്ക് വളരെ നല്ലതായിരുന്നു. പിന്നെ ഇത് എങ്ങനെ ആകും എന്നുള്ള ഒരു ഐഡിയ ഇല്ല, വീഡിയോ മാത്രം കണ്ടിട്ടുള്ള പരിചയമുള്ളായിരുന്നു. അപ്പം ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയും കുറേ ബുദ്ധിമുട്ടി. ആദ്യത്തെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഓക്കെ ആയി. എന്താണ് ടെസ്റ്റ് ഡ്രൈവ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്താ ഇതിൻ്റെ? ഡ്രൈവും പിന്നെ സസ്പെൻഷൻ. ഞാനിപ്പം 2 times ഞാൻ ട്രിവാൻഡ്രം പോയി. അത് ഈ നാഷണൽ ഹൈവേ പണി നടക്കുന്ന ആ വഴിയാണ്. ഒരുപാട് കുഴികളും വെള്ളവും മഴയും അങ്ങനെയെല്ലാം ഉണ്ട്. അതിലെനിക്കൊരു ഇതുവരെ ഒരു ക്ഷീണം തോന്നിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു ലോങ് ഡ്രൈവ് പോയത് വിത്ത് ഫാമിലി. എൻ്റെ മോള്, വൈഫ്, പൊള്ളാച്ചി, മൂന്നാർ, അങ്ങനെ വാൽപ്പാറ ആ വഴി ഒന്ന് കറങ്ങും. അപ്പം ഇതിനിടയിൽ വൈഫ് ഡ്രൈവ് ചെയ്യും. വൈഫിന് കുറച്ച് പേടിയുണ്ടായിരുന്നു, ഇത്രയും വലിയ വണ്ടി. പുള്ളി കരുതി ഉപയോഗിക്കുന്ന ടാറ്റ ടിയാഗോ ആണ്. അതും ഒരു AMT ആണ്. അതിൽ നിന്ന് ഇതിലേക്ക് എടുത്തപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓടിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആ വഴി പുള്ളി കരുതി ഓടിച്ചു. അപ്പം ആ കൺവീനിയൻസ് പുള്ളിക്കും മനസ്സിലായവർക്കും എല്ലാം പറ്റുന്നുണ്ട്. വിസിബിലിറ്റി നല്ല രീതിയിലുണ്ട്. നമ്മളിപ്പോൾ ഒരു കുഴി ചാടി കഴിഞ്ഞാലും ഒരു ബോഡി റോളിങ്ങോ അല്ലെ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഫീൽ ചെയ്തിട്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എങ്ങനെയുണ്ട്? DCT എങ്ങനെയുണ്ട്? ഒന്നും അറിയാനില്ല. വളരെ സ്മൂത്തായിട്ട്, അറിയുന്നതേ ഇല്ല അവിടെ എങ്ങനെ പോകുന്നു. പിന്നെ മറ്റേ ബ്രേക്കിംഗ് സിസ്റ്റം, അതെ, അതിൻ്റെ ടെക്നോളജി എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും സ്റ്റോപ്പായിട്ട് കിടക്കുവാണെങ്കിൽ, നമ്മൾ റിലീസ് ചെയ്യുവാണെങ്കിലും അവിടെ സ്റ്റേബിളായിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിൽക്കുന്നു. DCTയുടെ ഒരു ഇതായിരിക്കും. അതുകൊണ്ട് ആ ഒരു നല്ലതായിട്ട് തന്നെ തോന്നുന്നു. എന്തെങ്കിലും കുറവ് തോന്നിയോ? എന്തെങ്കിലും കൂടി ആകാമായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും
ഒരു സെൻസസ് വരും ഫ്രണ്ടിൽ. നമുക്കൊരു ചില സമയത്ത് ഇങ്ങനെ കൺജസ്റ്റ് ആയിട്ടുള്ള വഴിയിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ ഒരു സെൻസർ ഇല്ലാത്ത നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ഇത്ര നല്ല പൊക്കം ഉള്ളതുകൊണ്ടും അവിടുന്ന് ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എത്ര രൂപയായി ഓൺ റോഡ്? 19 സംതിങ് 20 അടുപ്പിച്ചായി. ആക്സസറീസ് ഞാൻ കുറച്ച് ഇത് നമ്മുടെ ഡിഫൻഡറിന്റെ ലുക്കിന് വേണ്ടി ഞാനൊരു ഇത് ചെയ്തു. പിന്നെ കുറച്ച് ഗാർണിഷ് ഇതൊക്കെ ചെയ്തു. ഒരു ബ്ലാക്ക് ഇതായതുകൊണ്ട് ഇത്രയൊക്കെ ഞാൻ എക്സ്ട്രാ ചെയ്തുള്ളൂ. പിന്നെ സീറ്റ് കവർ ചെയ്തു. 19 lakhs വർത്തല്ലേ? 100% കമ്പയർ ടു അതർ. അതായത് ഞാൻ വേറെ കുറെ വണ്ടികൾ ചെയ്തതിലും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല വെർത്തായിട്ടാണ് തോന്നുന്നു. അതായത് ചില വണ്ടികളിൽ ലക്ഷറി കൂടുതലാണ്, ഒരുപാട് അഡീഷണൽ. ഇതിനകത്ത് ഒരു മിനിമലൈസ് ലക്ഷറി ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, അത് നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. ഈ പഴയ ഡസ്റ്ററാണോ ഇതാണ് കാണാൻ ഇഷ്ടം? ഇത് തന്നെ 100%. അതെ, എനിക്ക് ഇതിന്റെ ഫ്രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിസൈൻ നല്ല ഡിസൈൻ. അതായത് നൈറ്റ് നമ്മളിപ്പോൾ ബാക്കിൽ നിന്നുള്ള ആ ഒരു ലൈറ്റ് നല്ല രസമുണ്ട് അത് പോയി കയറുന്നത്. ഫ്രണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞു മസ്കുലർ ലുക്ക് അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയാക്കിയാണ്. അപ്പം ഇത് വാങ്ങിക്കുന്ന സമയത്ത് EV-കളൊന്നും നോക്കിയില്ല? EV നോക്കി. എന്തുകൊണ്ടാണ് EV വേണ്ടെന്ന് വെച്ചത്? ഒന്ന് ക്ഷമയില്ല. ഇപ്പൊ വളരെ ക്ഷമയുള്ള ഒരാളാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോയത്. ഓൾ ഇന്ത്യ 200 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിയിൽ 3 തവണ പോയി. 200 കിലോമീറ്റർ റേഞ്ചുള്ളൂ, 1.5 മണിക്കൂർ വീതം ചാർജ് ചെയ്താ വന്നത്. ഭയങ്കര ക്ഷമമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഇപ്പൊ ഞാനൊരു പെട്ടെന്ന് ഒരിടത്തേക്ക് പോകണം, ഇപ്പോൾ വണ്ടിക്ക് ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പെട്രോൾ അടിച്ച് ഫില്ല് ചെയ്തിട്ട് അങ്ങ് പോവാം. ഞാൻ മറ്റേ EV ആണെങ്കിൽ ചാർജ്, എൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, ചേതക്കിൻ്റെ ഒരു സ്കൂട്ടർ ഉണ്ട്. അതാണ് ഞാൻ ഈ CD ഡ്രൈവിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബെറ്റർ അതാണ് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലോങ്ങോ അല്ലെങ്കിൽ പോകുമ്പം ഒരു ഒരു ആങ്സൈറ്റി അല്ലെ, ഒരു ടെൻഷൻ ഉണ്ട്, ഇതിപ്പോൾ തീർന്ന എന്ത് ചെയ്യും, ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. ഇതിന് മൈലേജ് നോക്കിയോ? ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ആ ലോങ് പോയപ്പോൾ, അതായത് ഇപ്പോൾ പണി തീർന്ന സ്ഥലങ്ങളിൽ, അതായത് കൊല്ലം ആ ഒരു ഇതിലൊക്കെ ആണെങ്കിൽ ഒരു 12-13 ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെയുള്ള ഈ ലോക്കൽ ഇതിലൊക്കെ ഒരു 10. അത് നമ്മുടെ ചവിട്ടി പിടിക്കുമ്പോഴേ 12 അല്ല, അതിന് കുറച്ചുകൂടെ കിട്ടും. 160 വരെയും പോയി. 12 കിട്ടിയുള്ളതാണ്. അല്ല, 1 ലിറ്ററിന് കൂടുതലും 1.3 കുറച്ച് കുറവാണ്. 15 വരെ കിട്ടാല്ലേ മര്യാദക്കൊക്കെ? അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും കൺവീനിയൻറ്റ് തോന്നിയത് ഇതിനകത്ത് റേഞ്ച് കാണിക്കുമല്ലോ, അത് 100% കറക്റ്റ്. അതായത് നമ്മളിപ്പോൾ ഇത്ര രൂപയ്ക്ക് പൈസക്കാണല്ലോ നമ്മൾ അടിക്കുന്നത്, ലിറ്റർ നോക്കി ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത വഴിക്ക് നമ്മുടെ റേഞ്ച് കാണിക്കുന്നത് ആ റേഞ്ചിൽ തന്നെ അത്രയും ഫുൾ കവറാവും. അപ്പോൾ നമുക്കൊരു ഇത്രയും കൂടെ ഓടാം, ചെയ്യാം എന്നൊരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 20 ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന വാഹനങ്ങളിൽ ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിനെ സുഖേഷ് കാണുന്നത്. 100% അല്ലേ? അതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. എടുത്ത് ഞാൻ റോങ് ആയി പോയി എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാനും അതെ, ഇത് വന്നതിന് ശേഷം പലരും എൻ്റെ അടുത്ത് ഈ ഒരു സെഗ്മെന്റിലെ വണ്ടികൾ വാങ്ങിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും, ഡസ്റ്റർ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഞാനും പലരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കും അതുപോലെ ഇഷ്ടപ്പെട്ട ഒരുവാണ്. ഡ്രൈവിൻ്റെ കാര്യത്തിലായാലും അതെ, സസ്പെൻഷനാണ് ഒരു അനക്കമില്ല, അതിനൊക്കെ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എന്തായാലും കീപ് ഗോയിങ്. താങ്ക് യു സോ മച്ച്. കുറേ കാലം ഓടിക്കഴിയുമ്പോൾ ഒന്നുകൂടെ നമുക്കൊരു ഫീഡ്ബാക്കിന് വേണ്ടി 1 year കഴിയുമ്പോൾ വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഒരു മഹീന്ദ്ര 9S ഓണേഴ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. 2-3 പേരുണ്ട്. നമസ്കാരം. പേര്? അനൂപ്. പേര്? ആര്യ. എന്താ പേര്? ത്രിലോക്. ത്രിലോക് രാവിലെ എഴുന്നേറ്റൊക്കെ ഈ സമയത്തൊക്കെ എഴുന്നേക്കുന്ന ആളാ? അതെ, കുഴപ്പമില്ല. ആണല്ലേ? ശരി. നൈറ്റ് പേഴ്സൺ ആണോ? രാത്രി? അല്ല, കുഴപ്പമില്ല. എന്താ ഇന്ന് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ എയർ ഇന്ത്യയിലാണ്. എയർ ഇന്ത്യയില? ഇവിടെ തന്നെ? ഇൻഫോ പാർക്കിലാണ്. അതിൻ്റെ തന്നെ സോഫ്റ്റ്വെയറോ? അതിന്റെ ഒരു ഡിജിറ്റൽ വിങ് അവിടെ ഉണ്ട്. ശരി, അങ്ങനെ ഉണ്ടല്ലേ? അത് എയർ ഇന്ത്യ മൊത്തത്തിൽ, എയർ ഇന്ത്യ എക്സ്പ്രസ്സോ എല്ലാത്തിൻ്റെയും കൂടെയോ അതോ? എല്ലാത്തിൻ്റെയും കൂടെ. ശരി, അങ്ങനെ സ്ഥാപനം ഉണ്ടല്ലോ ഇവിടെ? ഉണ്ട്. എത്ര കാലം ഇപ്പോൾ ഇവിടെ? ഞാനിപ്പോൾ ഇവിടെ കയറിയിട്ട് ഒരു 8 മാസമേ ഉള്ളൂ. ഇവിടുത്തുകാർ തന്നെയാണോ നിങ്ങൾ? അല്ലല്ല, ഞാൻ പത്തനംതിട്ടയാണ്. രണ്ടുപേരും ട്രിവാൻഡ്രം. ശരിയാ. എങ്ങനെയുണ്ട് എറണാകുളത്തെ ജീവിതം? കുഴപ്പമില്ല. ഞാനൊരു 4 വർഷമായിട്ടുണ്ട് ഇവിടെ. ആണല്ലേ? ശരി. അപ്പോൾ ഇതെടുത്ത് എത്ര കാലം ഇപ്പം 9S? ഞാനിപ്പോൾ ലാസ്റ്റ് സാറ്റർഡേ എടുത്തേ ഉള്ളൂ. ആണല്ലേ? ശരി. അപ്പോൾ നിങ്ങളാകുമ്പോൾ 3 പേരെ ഞാൻ കാണുന്നുള്ളൂ. ഇത്രയും വലിയൊരു വണ്ടി എടുക്കാൻ എന്താ കാരണം? സാധാരണ ഒരു EV-യിലേക്ക് ഇപ്പോൾ ചെറുതാണല്ലോ സാധനം എല്ലാവരും നോക്കുന്നത്. അല്ല, നമ്മൾ ആദ്യം ശരിക്കും എടുക്കാൻ തീരുമാനിച്ചിരുന്നത് 700 ആയിരുന്നു. XUV 700 ആയിരുന്നു. അപ്പോൾ 7XO ഫേസ് ലിഫ്റ്റഡ് വരുന്നുണ്ടെന്നുള്ളൊരു വെയിറ്റ് ചെയ്തപ്പോൾ ഇതിറങ്ങി. പിന്നെ നമ്മൾ ഫ്യൂവലിൻ്റെ കൺസംപ്ഷൻ എല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇത് അധികം
പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വലിയ ഡിഫറൻസും വരുന്നില്ല. അപ്പോൾ ഇത് എടുക്കാമല്ലോ എന്നുള്ളൊരിത് തോന്നി. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, ഇഷ്ടപ്പെട്ടു, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. എത്ര രൂപയായി ഇത് ഓൺ റോഡ്? ഇത് ഓൺ റോഡ് 28,80. 28 ലക്ഷം രൂപയ്ക്ക് വർത്താണ് എന്താണ് ഒരു ആണെന്നാണ് ഇപ്പോൾ ഉള്ള ഒരു ഇത് വെച്ചിട്ട്. അതാണ് കാരണം XUV 7X ആണെങ്കിലും ഓൾമോസ്റ്റ് ഏകദേശം അതിനടുത്ത് വരും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? ഇത് എടുക്കാൻ തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? ഏറ്റവും റൈഡിങ് കംഫർട്ടായിരുന്നു, മെയിനായിട്ട് റൈഡിങ് കംഫർട്ടായിരുന്നു. കുറച്ച് പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഇപ്പോഴും എനിക്ക് എല്ലാം തന്നെ അറിയാനില്ല, കുറച്ച് അധികമായിട്ടുണ്ടെന്ന്. കുറച്ച് ഓവർവെൽംഡ് ആണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ. പക്ഷെ കുഴപ്പമില്ല, റൈഡിങ് കംഫർട്ടും ബാക്കിയെല്ലാം കൊണ്ടും. പിന്നെ ഒരു SUV വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പണ്ടോട്ടേ ഉണ്ടായിരുന്നു. 700 നിന്ന് ഇതിലോട്ടൊരു ട്രാൻസിഷൻ വന്നേ ഉള്ളൂ. അപ്പോൾ ചാർജ് ആദ്യമായിട്ടല്ലേ ഇവ ഉപയോഗിക്കുന്നത്? അതെ, അതെ. ഈ ചാർജ് ആങ്സൈറ്റിയെ പറ്റിയൊക്കെ ആയിട്ട് പേടിയൊന്നും തോന്നിയില്ല ആദ്യ കാലത്ത് തൊട്ട്? ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒന്ന് ഫ്ലാറ്റിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, ഫ്ലാറ്റിൽ ഓൾറെഡി ഉണ്ട്. അപ്പം നമ്മൾ വണ്ടികളെല്ലാം അവിടെ ചാർജ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ ഇപ്പം നാട്ടിൽ പോയാൽ നാട്ടിലാണ് ഞാൻ ഇൻസ്റ്റലേഷൻ ഇതിന് കൂടി കിട്ടിയത് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവിടുത്തെ ആ ഒരു ഇതും കഴിഞ്ഞു. കാരണം പിന്നെ നമ്മുടെ ട്രാവലിംഗ് യൂഷ്വലി നമുക്ക് ഇതിൻ്റെ റേഞ്ചിനുള്ളിൽ വരുള്ളൂ. അപ്പോൾ ഓഫീസിലാണെങ്കിലും എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സ് അത്രേ വരുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് പത്തനംതിട്ട വരെയാണെങ്കിൽ ഒരു 130 കിലോമീറ്റേഴ്സ് അത്രയും വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിനുള്ളിൽ നമുക്ക് ഷൂട്ടാവും. പിന്നെ അല്ലാതുള്ള അൺപ്ലാൻഡ് ജേർണിക്ക് വേണ്ടി നമ്മളൊന്ന് പ്ലാൻ ചെയ്യണമെന്നേ ഉള്ളൂ. അത് ഇതിന് ഫുൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിലോമീറ്റർ കാണിക്കുന്ന റേഞ്ച്? ഇപ്പോൾ ഇതിന് 300 സംതിങ് ആയിരുന്നു അവർ ഷോറൂമിൽ വന്നപ്പോൾ. അവർ പറഞ്ഞൊരു 2 സൈക്കിൾ കഴിയണമെന്ന് പറഞ്ഞു. എക്സാക്ട് ചാർജിങ്ങിൻ്റെ ഇത് റേഞ്ച് ഫുള്ളായിട്ട് പൊട്ടൻഷ്യൽ വരത്തുള്ളൂ. അപ്പോൾ ഇതിന് അവർ 600 ആണ് പറഞ്ഞെങ്കിൽ ഷോറൂമിൽ തന്നെ പറഞ്ഞു ഒരു 400 to 450 റേഞ്ച് ആയിരിക്കും മാക്സിമം വരിക. റിയൽ ടൈം വേൾഡിൽ അത്രേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയോ? എന്തെങ്കിലും ഒരു ആകാമായിരുന്നെങ്കിലോ? ആകാമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. ഇനി കുറച്ചുകൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും എന്തെങ്കിലും ഒരു അഡീഷണൽ വേണം. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ EV യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്, കുറച്ച് വലിയ വണ്ടി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കിപ്പോൾ അറിയില്ല. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്? ഇപ്പോൾ വലിയൊരു വണ്ടിയാണ്, എറണാകുളം പോലൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഇൻഫോ പാർക്കിലേക്കുള്ള എല്ലാം ചെറിയ വഴികളും പണി, അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് വാർണിങ്സ് എല്ലാം ഓൺ ആയിട്ട് വരും. അപ്പം നമ്മുടെ ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റായി മെയിൻറ്റെയിൻ അല്ലെങ്കിൽ എപ്പോഴും വാർണിങ്ങിൻ്റെ സൗണ്ട്സ് എല്ലാം. അപ്പോൾ ഫസ്റ്റ് ടൈം അതിൻ്റെ ആയതുകൊണ്ട് ഒരു ചെറിയൊരു പാനിക് ആദ്യം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയി. ഏത് വണ്ടിയായിരുന്നു ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത്? ഇതിനുകൊണ്ട് ചെറിയ വണ്ടിയായിരുന്നു, സെലേറിയം, പിന്നെ ഒരു ബീറ്റും ഉണ്ടായിരുന്നു. രണ്ടും വളരെ ചെറിയ വണ്ടികളായിരുന്നു. ചെറിയ വണ്ടികളായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഇതിൽ വളരെ ലോങ് ട്രിപ്പൊക്കെ പോകാനുള്ള പരിപാടി ഉണ്ടോ? പ്ലാനുണ്ട്. പക്ഷെ ആദ്യം ഒന്ന് നമ്മൾ ഈ ചാർജിങ്ങിൻ്റെ ഇതും അതെല്ലാം ഒന്ന് കംഫർട്ടായിട്ട് നമുക്ക് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ പ്ലാൻ. ശരി. വണ്ടി ഓടിക്കോ? ഇല്ല. ഓടിക്കാൻ പരിപാടി ഉണ്ടോ? ഉണ്ട്. തരുമോ? അപ്പോൾ എന്തായാലും പറഞ്ഞല്ലോ, EVകളിലേക്ക് പെട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളാണ്. ഒന്നും കാര്യമായൊരു ആശങ്കകളൊന്നും ഇല്ലാതെ. പക്ഷേ ഇത്രയും റേഞ്ചുള്ള ഒരു EV ആകുമ്പോഴത്തേക്കും ഒന്നും പേടിക്കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു ടാറ്റ നെക്സോൺ 200 കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുന്നത്. 3 തവണ ഓൾ ഇന്ത്യ പോയി, ഭൂട്ടാൻ പോയി, നാദില പാസ് വരെ പോയി. അപ്പോൾ നാദില പാസിൽ എത്തുന്ന ആദ്യത്തെ EV ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയധികം ഓടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പം ചാർജിങ് സ്റ്റേഷൻസും അത്തരം ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോകുന്ന രീതിയിൽ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ആണെങ്കിലും യൂഷ്വലി EVs കുറവാണ്. പക്ഷേ അവിടെയും ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം വന്നു. ഇപ്പം എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു വില്ലേജാണ്, അവിടെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം വന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും EV എടുക്കാൻ പറ്റുന്നൊരു സമയമാണ് എന്നാണ് പൊതുവെ നമ്മളും കരുതുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി, ഓടിച്ച് പഠിക്കണം കേട്ടോ, ഓടിക്കണം. അപ്പോൾ ഇനി വളരെ പുതിയ ഒരു വാഹനത്തിൻ്റെ ഉടമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയേ ഉള്ളൂ നമ്മുടെ ചാനലിലും ഈ CLA EV പ്രത്യക്ഷപ്പെട്ടിട്ട്. ബെൻസിൻ്റെ എന്താ പറയുക, ഒരു സെഡാൻ EV വന്നിരിക്കുന്നത് ഇപ്പോൾ CLA EV ആണ്. അപ്പോൾ അങ്ങനെ റോഡിലൊന്നും നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഏറ്റവും പുതിയ വാഹനത്തിൻ്റെ ഓണർ. നമസ്കാരം. പേര്? ഗിരീഷ്. പേര്? ആര്യ. അപ്പോൾ ഗിരീഷ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ഡാറ്റ റിക്കവറി ലാബാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഡിവൈസ് എനി കൈൻഡ് ഓഫ് സ്റ്റോറേജ് നമ്മുടെ ഡാറ്റ ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റും. ആണല്ലേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് എത്ര കാലം പഴക്കമുള്ളതാണെങ്കിൽ ചെയ്യാൻ പറ്റും?
ഓവർ റൈറ്റ് ആകാത്ത ഡാറ്റ ആണെങ്കിൽ എത്ര കാലം പഴക്കമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈവൻ VHS ടേപ്പ്, CDs അതിൽ നിന്ന് വരെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പഴയ VHS അതെ അതെ. അങ്ങനെ നമുക്ക് ഒത്തിരി ലീഡ്സ് വരാറുണ്ട്, അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഓവർ റൈറ്റ് ചെയ്താണെങ്കിൽ എത്ര ശതമാനം വരെ കിട്ടിയേക്കാം പഴയ ഫയലിന്റെ? അതായത് ഇപ്പോൾ ഓവർ റൈറ്റ് ആകാത്ത, ഇപ്പോൾ ഒരു പെൻ ഡ്രൈവ് ആണെന്ന് വിചാരിച്ചു, അതിലേക്ക് നമ്മൾ ഓവർ റൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ഓവർ റൈറ്റ് ആകാത്ത സെക്ടേഴ്സ് ഉണ്ടാവും, അത് നമുക്ക് റീഡ് ചെയ്ത് എടുക്കാൻ പറ്റും, അതിൽ ബാലൻസ് ഉള്ളത്. പക്ഷെ അത് റിസ്ക് ആണ്. ഓവർ റൈറ്റ് ആകണതിന് മുമ്പ് തന്നെ നമുക്ക് എടുക്കണമെന്നാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ സമീപിക്കുന്നത് സാധാരണ മനുഷ്യരാണോ അതോ പോലീസും ഒക്കെ അങ്ങനെയൊക്കെയാണോ? പോലീസ് സമീപിക്കാറുണ്ട്, അത് കൂടാതെ കേസ് സംബന്ധമായിട്ട് പല വ്യക്തികളും സമീപിക്കാറുണ്ട്. പിന്നെ നോർമലി പഴയ നൊസ്റ്റാൾജിക് മെമ്മറീസ് നഷ്ടപ്പെട്ടമാർക്ക് ഒരു ഫീലിങ്സ് ആയിരിക്കും, അപ്പൊ അത് റിക്കവർ ചെയ്തെടുക്കാനാണ് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ എന്ത് ടൈപ്പ് ഡിവൈസ് ആണ്. പഴയ കല്യാണം VHS-ലൊക്കെ റെക്കോർഡ് ചെയ്ത കല്യാണം ഒക്കെ ഇഷ്ടംമാരെ വരാറുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ടുവന്നരാവേ. എവിടെയാ അപ്പൊ സ്ഥാപനം പിന്നെ എറണാകുളം പേട്ട മെട്രോ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. ഇപ്പൊ നമ്മൾ 3 ബ്രാഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ള്, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ഡാറ്റ റിക്കവറി ലാബാകാനാണ് നമ്മുടെ ശ്രമം. അപ്പോൾ അതിന് തന്നെ മോഡേൺ ടെക്നോളജീസ് ഇന്ന് വരെ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരും ഉണ്ട്. അതെ, രണ്ടുപേരുണ്ട്. ഞങ്ങൾ 2 പേരാണ് ഡയറക്ടേഴ്സ്. അപ്പം അതിനുശേഷം നമുക്ക് വണ്ടിയിലേക്ക് വരാം. ഇപ്പൊ ഏറ്റവും പുതിയ CLA EV ആണ്. ഈ സാധാരണ നമ്മൾ EV എന്നല്ല, നമ്മളിപ്പോൾ ഏതൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചാലും നമ്മൾ SUV-ലേക്കാണ് പോകുന്നത് പൊതുവെ. EV-കളുടെ അടുത്ത് പ്രത്യേകിച്ചും. എന്തുകൊണ്ടാണ് ഈ CLA EV എന്ന് പറയുന്നത് സെഡാനിലേക്ക് പോകാൻ തീരുമാനിച്ചത്? സെഡാൻ ബേസിക്കലി എനിക്ക് SUV ആണ് എനിക്ക് ഉള്ളത്. ഇതിന് മുമ്പുള്ളത് 9e ആണ്. 9e EV ആണ് ഞാൻ യൂസ് ചെയ്യണത്. അതിന് മുമ്പ് നെക്സോൺ EV ആയിരുന്നു. അപ്പോൾ ഞാൻ ടെക്നോളജിയിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പുതിയ സാധനങ്ങൾ വരുമ്പോൾ ട്രൈ ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നെക്സോൺ EV. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഒത്തിരി പേര് പറഞ്ഞു EV ആണ്, ചിലപ്പോൾ റോട്ടിൽ കിടക്കും, അങ്ങനെ ഒത്തിരി പറഞ്ഞു. പക്ഷെ ഞാനതെല്ലാം ഇഗ്നോർ ചെയ്തിട്ടാണ് നെക്സോൺ എടുത്തത്. അപ്പം നെക്സോൺ എടുക്കുമ്പോൾ അവിടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, വിഷ്ണു എന്ന് പറഞ്ഞു. അവൻ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഓരോ അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോഴും ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ചിങ്ങനെ ചോദിക്കും. വിഷ്ണു ഗോകുലം മോട്ടോഴ്സിൽ നിന്ന് ഞാനിത് എടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫാണ് വിഷ്ണു. അപ്പോൾ ഭയങ്കര ക്ലോസ് ആയി. അപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു കഴിഞ്ഞ വർഷം ഞാൻ 9e എടുക്കുന്നത്. അപ്പോൾ 9e എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ റിസർച്ച് അവർ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യുക. അതായത് നമ്മൾ ഭയങ്കര ഒരു എങ്ങനെ എനിക്ക് പറയാമെന്ന് അറിയത്തില്ല, എനിക്കത് അതിൽ ആ ടെക്നോളജിയിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. കാരണം 1 കോടി രൂപയിൽ മേലെ വന്ന വണ്ടിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും അത്ര കുറഞ്ഞ വിലക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ സെയിം ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രഷൻ തോന്നിയാണ് ഞാൻ ആ വണ്ടി എടുക്കുന്നത്. ആ വണ്ടിയിൽ 100% ഹാപ്പിയാണ്. ഇപ്പോഴും ഉണ്ട് അത്. എന്താ പറയുക, നമ്മൾ പക്ഷേ ബഗ്ഗുകൾ തുറക്ക സമയത്ത് എനിക്ക് ഒത്തിരി ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. കാരണം സോഫ്റ്റ്വെയർ സൈഡായിട്ടുള്ളതിൽ ഒത്തിരി ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മൾട്ടിപ്പിൾ വണ്ടി എനിക്ക് 2-3 ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ കുഴപ്പമില്ലാതെ നല്ല സർവീസും അവരും എനിക്ക് നല്ലപോലെ സർവീസും കാര്യങ്ങളെല്ലാം തന്നു. ടയറിൻ്റെ കാര്യത്തിലും എനിക്ക് ഇപ്പോൾ 55 കിലോമീറ്റേഴ്സ് ആയി, നല്ല കണ്ടീഷനിൽ. എത്ര ഓടിക്കാണ് വണ്ടി ഇപ്പോൾ? ഇപ്പൊ 55 കിലോമീറ്റർ ഇതായിട്ടുണ്ട്. നെക്സോൺ 88 കിലോമീറ്റേഴ്സ് ആയി. അപ്പൊ അതിനകത്ത് ഈ നിന്ന് പോകുന്ന പോലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും 2 EV-കളിൽ നിന്ന് നേരിട്ടുണ്ടോ? നിന്ന് പോയ ഇത് വന്ന നെക്സോണിന് മാത്രമാണ്. നെക്സോൺ എനിക്കൊരു 3-4 തവണ നിന്ന് പോയിട്ടുണ്ട് ലോങ് ഡ്രൈവിൽ. പക്ഷെ അവര് നമ്മൾ ടോൾ ഫ്രീയിൽ വിളിച്ച് അവർ വന്ന് കൊണ്ടുപോയി നമുക്ക് വേറെ വണ്ടി അറേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ EV-കളിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിട്ട ആളാണ് വീണ്ടും EV-യിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് അത്? എനിക്ക് EV-യോട് ഞാൻ പറഞ്ഞില്ലേ, ടെക്നോളജിയിൽ എനിക്ക് ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ 9-ന്ന് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇതും ഞാൻ അതേപോലെ തന്നെ പുറത്ത് വന്നപ്പോൾ തന്നെ ഫോളോ ചെയ്താ. 9-ൽ എക്സാക്ട് ഇതേപോലെ തന്നെ നമ്മൾ പാസഞ്ചർ സൈഡിൽ ഒരു ഡിസ്പ്ലേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത വണ്ടിയിൽ അതില്ല, കാരണം ലോഞ്ച് എഡിഷനിലാണ്. ലോഞ്ച് എഡിഷൻ വരാൻ 6 മാസം കൂടി ഇനി പിടിക്കുന്നു. 6 മാസം എന്നല്ല, ഷോറൂമുകാർക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല അത് എന്ന് വരും. പിന്നെ ആദ്യം എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ചെയ്തതാണ്. അപ്പോൾ ഇതിന് എത്ര ഇപ്പോൾ ഓൺ റോഡ് നമുക്ക് 59 സംതിങ് ആണ് ഷോറൂം വരുന്നത്. ഇൻഷുറൻസ് എനിക്ക് 65 സംതിങ്. പിന്നെ നമ്മൾ ഇതിൽ ഓരോ സോഫ്റ്റ്വെയർസും നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ട് എടുക്കാം. അപ്പോൾ ഫുള്ള് ചെയ്യുമ്പോൾ അതിന് തന്നെ ഒരു 5 lakhന്റെ അടുത്ത് എക്സ്ട്രാ വരും. പിന്നെ PPF-ഉം മറ്റേ ഇതും ചെയ്തിട്ടുണ്ട്, അതിനൊരു 3.5 വന്നത്. അപ്പോൾ ഒരു 70-ന് മുകളിൽ പോയി. അങ്ങനെ പോയെന്ന് എനിക്ക് തോന്നുന്നു. 70-ന് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ 70 ലക്ഷം രൂപയ്ക്ക് ഒരു EV എടുക്കുന്നത് ബുദ്ധിപരമാണ് എന്ന് കരുതുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് നമ്മളൊരു ആഗ്രഹമാണ്. കാരണം ഒരു ലക്ഷറി വണ്ടിയിലേക്ക് കിടക്കുന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഇതാണ്. അപ്പോൾ ഈ മഹീന്ദ്രയുടെയും ടാറ്റയുടെ EV-കൾ ഓടിച്ച ആളെന്നുള്ള നിലയ്ക്ക് ബെൻസിന്റെ EV-ലേക്ക് വരുമ്പോൾ എന്താ പെട്ടെന്ന് ഫീൽ ചെയ്തൊരു മാറ്റം എന്താണ്? പെട്ടെന്ന് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉള്ള ബ്രാൻഡിന്റെ ഒരു ഇതുണ്ട്. ടെക്നോളജിയുടെ കാര്യത്തിൽ ഇത് കംപ്ലീറ്റ് AI ആണ്. അതായത് നമ്മൾ 9-നെ സംബന്ധിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ബ്രേക്കിംഗ് ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പിന്നെ എന്താ പറയുക, നമ്മുടെ ഫുള്ള് വോയിസ് കമാൻഡ് വെച്ചിട്ട് തന്നെ എല്ലാം ആക്സസും ചെയ്യാം. ബേസിക്കലി ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യണ വൈഫും ഞാനുമാണ്, ഞങ്ങൾ രണ്ടുപേരുമാണ് എല്ലാ സ്ഥലങ്ങളിലും ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കണം. ഇത് ശരിക്കും 4 പേർക്ക് പോകാനായിട്ട് പറ്റിയൊരു വണ്ടിയല്ല. പുറകിൽ 2 കുട്ടികൾക്ക് ഇരിക്കാം, ഒരു കംഫർട്ടബിൾ ആയിട്ടിരിക്കും, കുഴപ്പമുണ്ടാവില്ല. ഹെഡ് റൂം ആണോ ഉദ്ദേശിക്കുന്നത്? ഹെഡ് റൂം, ലെഗ്സ്, അതായത് ബാറ്ററി ഉള്ളതുകൊണ്ട് രണ്ടും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി എപ്പോഴും 2 പേര് ഒരുമിച്ച് പോകണം. ഞങ്ങൾക്ക് ഇത് കറക്റ്റാണ്. അത്യാവശ്യം നമുക്ക് സ്പീഡിൽ പോകണമെന്ന് തോന്നിയാൽ സ്പീഡിൽ പോവുകയും ചെയ്യാം. പക്ക സേഫ് ആണ് വണ്ടി. ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അതിൽ കണ്ട പോലെ ഇതിൽ എന്തെങ്കിലും തോന്നിയോ? ഇതിൽ കുറച്ച് ബഗ്ഗുകളുണ്ട്. അത് തുടക്ക സമയത്ത്, കാരണം നമ്മുടെ ഷോറൂമുകളിൽ ഉള്ളവർക്ക് ഇത് കൃത്യമായിട്ട് ആയിട്ടില്ല. കാരണം അവരുടെ ഇതിൽ വന്നേക്കണ പുതിയ വണ്ടിയാണ്, അവർക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി വരുന്നേ. അപ്പോൾ ഇതിന് റേഞ്ച് പറയുന്നത് എൻ്റെ ഓർമ്മ 792 മറ്റോ ആണ് അല്ലേ? ഞങ്ങൾക്ക് 780 വരെ കിട്ടിയിട്ടുണ്ട്. റിമൈനിങ് 4%. അത് EV0 ഓടിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് റേഞ്ച് കിട്ടിയിരിക്കും. അതായത് EV ഓടിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അതിനൊരു ഇതുണ്ട്, ഒരു പ്രത്യേക ഒരു ഇത് നോക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് റേഞ്ച് കിട്ടും. 780 അല്ലേ? അതെ, ഒരു അടിപൊളി. അത്രയും റേഞ്ച് കിട്ടിയൊരു വണ്ടിയെ പറ്റി നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു നമ്മുടെ പ്രോഗ്രാം വന്നിട്ടുണ്ടെന്ന്. എനിക്ക് മറ്റേ 9 എനിക്ക് 635 കിട്ടി. പക്ഷേ അത് ഞാൻ റീജനറേഷൻ എനിക്ക് അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. അത് ഷോറൂമിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ടോപ്പ് റേഞ്ച് ആയിരിക്കും. ശരി. എനിക്കൊന്നും ഇതുമായിരിക്കും അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് റേഞ്ച് കിട്ടുന്നത് അറിയണമെങ്കിൽ ഗിരീഷിന്റെ അടുത്ത് പോയി പഠിച്ചാൽ മതി. എങ്ങനെയാണ് EV-കൾക്ക് റേഞ്ച് കിട്ടുന്നത്? അത് പലരും എൻ്റെ അടുത്ത് ഗ്രൂപ്പിൽ ചേർക്കുന്നത്, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂടുതൽ ഓടിച്ചിട്ടാണോ ഇത് കിട്ടുന്നത്? എങ്ങനെയാണത്? ഇതിലിപ്പോൾ നമുക്ക് ഇന്റലിജന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പക്ഷേ ഇന്റലിജന്റ് ഓടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന റേഞ്ച് കുറഞ്ഞു പോകാനാണ് ചാൻസ്. ഞാൻ പഠിച്ചു വന്നൊരു പാറ്റേൺ ഉണ്ട്, അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അത്രയും വരുന്നത്. കാരണം 2023 തൊട്ട് EV ആണ് ഓടിക്കുന്നത്. ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടെങ്കിൽ ഇവൻ തന്നെ ബ്രേക്ക് പിടിച്ച് അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒന്നും ചെയ്ത് ആക്സിലേറ്ററിന്റെ കാല് വെച്ചാലും ബ്രേക്കാണ് അത് കറക്റ്റ് അത് ജനറേറ്റ് ചെയ്ത് എടുക്കും. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ വണ്ടിയുടെ ക്ലോസ് റേഞ്ചിൽ വന്നോന്നില്ല, ശരിക്കും തൊട്ടടുത്ത് ഒറ്റപ്പെടുത്തായിരിക്കും ബ്രേക്ക്. അത് ഭയങ്കര അതെ ആൾക്കാർ, കാരണം സീറ്റ് ബെൽറ്റ് ടൈറ്റൻ ആവും, നമുക്ക് നമ്മൾ തന്നെ മേടിച്ചു. ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ചിലപ്പോൾ 2-3 പ്രാവശ്യം എനിക്ക് ഇൻസിഡന്റ് ആയിട്ട്. കാരണം നമ്മുടെ ഇവിടെ ബൈക്കുകൾ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ വെട്ടിച്ചു പോകും. അപ്പൊക്കെ അങ്ങനെ എമർജൻസി ബ്രേക്കിംഗ് എപ്പോഴും അഡാസിന്റെ ഫീച്ചേഴ്സിൽ ഏറ്റവും കുഴപ്പമുള്ള കാര്യം. ഞാനത് പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ പലതവണ തൊട്ട് പിന്നിൽ കൊണ്ട് വണ്ടി കൊണ്ട് നമ്മളെ ഇടിക്കുന്ന പോലെ. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറകിലേക്കായിരിക്കും നമ്മുടെ, കാരണം ഫ്രണ്ടിൽ നിന്ന് കിട്ടൂല, പുറകിൽ നിന്ന് കിട്ടാനാണ് കൂടുതൽ. തീർച്ചയായിട്ടും. എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ് ആകാൻ? നോക്കിയായിരുന്നോ? ഞാൻ ഇപ്പം 9 ഞാൻ ഇതുവരെ നോർമൽ ചാർജ് ചെയ്തിട്ടില്ല, എപ്പോഴും ഞാൻ ഫാസ്റ്റ് ചാർജ് മാത്രമേ ചെയ്തത്. അപ്പോൾ ഞാൻ ഇവരുടെ ഈ 9യുടെ വീഡിയോസ് കാണുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചത്, നമുക്ക് ചില ടാറ്റയുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നോർമൽ ചാർജ് ചെയ്യണം. 3 എണ്ണം ചെയ്യുമ്പോൾ അതേപോലെ സൈക്കിൾ ബാലൻസിങ് എന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഞാനത് അതെനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ എപ്പോഴും ലോങ് ട്രാവലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഫാസ്റ്റ് ചാർജാണ് വേണ്ടത്. ഇതും ഞാൻ ഫാസ്റ്റ് ചാർജ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് 80 kW ചെയ്യുമ്പോൾ 1 hour കൊണ്ട് ഫുൾ ചാർജ് അല്ല, ഞാൻ ഒരു ബാലൻസ് ഒരു 10% എബോവ് ഉണ്ടാവും. ആകെ ഒരു ലോങ് പോയിക്കൽ മാത്രമേ 4 വന്നിട്ടുള്ളൂ. അതിന് ഞാൻ ഓർക്കുന്നില്ല എത്രയാണ്. എന്തായാലും 1 hour, കാരണം 84 kW ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 80 kW ആണെങ്കിൽ 1 hour മേൽ എന്തായാലും പിടിക്കും. കാരണം 4 to 20 10% അങ്ങാണ്ട് ഭയങ്കര ലെസ്സിലായിരിക്കും കയറുക. ഒരു 40 kW താഴെ ആയിരിക്കും കയറുക. അപ്പോൾ അങ്ങനെ പോയാണെങ്കിൽ തന്നെ അവിടെ കുറച്ച് ടൈം ലാഗായിട്ടായിരിക്കും പോകുക. അതേപോലെ 90 എബോവും കുറച്ച് ലാഗ് ഉണ്ടാവും. ഇതിന് 20 to 80 ആണ് അവർ പറയുന്ന മാക്സിമം സ്പീഡിൽ കയറും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് 1 മണിക്കൂർ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഡൽഹി വരെ വേണമെങ്കിലും പോകും അല്ലേ? അതെ പോവാം. അതായത് ഞങ്ങളെ ഇതിൽ മാപ്പിൽ നമ്മൾ മാപ്പ് എക്സ്ട്രാ ഇത് ചെയ്യണം. നോർമൽ മാപ്പ് അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്ക് കറക്റ്റ് റോഡ് കാണാം, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ റോഡ് ഇരിക്കുന്നത് ജസ്റ്റ് ക്യാമറ കൊണ്ട് തന്നെയുള്ള ഒരു മാപ്പ് ഉണ്ട്. അത് എക്സ്ട്രാ ആഡ് ഓൺ ആണ്. 1,40,40,000 രൂപ 3 ഇയറിലേക്ക് ആ ഒരു ഫീച്ചർ ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓവർ ബ്രിഡ്ജ് കയറുമ്പോഴും ആ ഒരു തന്നെ കൺഫ്യൂഷൻ ഇല്ലേ, അനിമേഷൻ ഇല്ലാതെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഗിരീഷിനെ പോലെ ടെക്സാവി ആയിട്ടുള്ളവർക്കാണ് ഇത് ഏറ്റവും പറ്റുന്നത്. അത് ഭയങ്കര താല്പര്യമുള്ളവർക്ക് ഇത് ഭയങ്കര രസമായിരിക്കും. എങ്ങനെയാ അത് ഓടിക്കോ? വണ്ടി ഓടിക്കോ? ഇല്ല. ടെക്സാവി അല്ലേ, ഏതായാലും ഈ കമ്പനിയുടെ ഡയറക്ടർ അല്ലേ? അപ്പൊ അന്നേരം ഓടിച്ചു നോക്ക്. സ്ത്രീകൾക്കൊക്കെ ഏറ്റവും പറ്റിയൊരു വാഹനമാണല്ലോ, കാണാനും നല്ല. അവള് പറയാറുള്ളത് എന്താന്ന് വെച്ചാൽ ഓടിച്ചു കഴിഞ്ഞാൽ അവള് ഡ്രൈവറായി മാറും, അതുകൊണ്ട് ബുദ്ധിപരമായ തീരുമാനമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കാണാൻ ഏറ്റവും ഭംഗിയുള്ള ബെൻസിന്റെ മോഡൽ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഫ്രണ്ടിലെ ആ ഗ്രില്ലിന്റെ ഭാഗമൊക്കെ ആണല്ലോ ഇപ്പൊ വളരെ ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല ഹെഡ്ലൈറ്റിന്റെ ഇതും നമുക്ക് നമ്മൾ ഡിമ്മും ബ്രൈറ്റ് ഇടേണ്ട, ഓട്ടോമാറ്റിക്. അതായത് 9 അത് ഉണ്ട്, പക്ഷെ എന്നാലും അത് അത്ര ആയതല്ല, ഇത് പക്കയാണത്. അഡാപ്റ്റീവ് ഹെഡ്ലാമ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട്.
ഇപ്പൊ അതുപോലെ വില കൂടുതലാണെന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ? ഏതാണ് എക്സ്ട്രോറും വില ഒക്കെ കൂടുതലാണെന്നും പറയാനില്ല ശരിക്കും പറഞ്ഞു. നമ്മൾ ആഡോൺസ് ആണല്ലോ വരുന്നത്. ആഡോൺസ് ആണ് വേണ്ടത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അവർ ചെയ്യണത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിലും അത് എടുക്കാൻ പറ്റും. വേണ്ടവർക്ക് മാത്രം വേണ്ടവർ, അതായത് ആ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാത്തവർക്ക് അത് ആവശ്യമില്ല. അത് സത്യം, നല്ലൊരു ലൈൻ അസിസ്റ്റ് യൂസ് ചെയ്യാത്തവർക്ക് അത് വേണ്ട. അത് അതേപോലെ എല്ലാ സാധനങ്ങളും അവോയ്ഡ് ചെയ്യുന്നവർക്ക് അവോയ്ഡ് ചെയ്യാം. ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫീഡ്ബാക്കാണ് ഇട്ടത്. കാരണം ഇത് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച ഒരാളുടെ ഫീഡ്ബാക്ക് ഇട്ടാൽ എളുപ്പമല്ല. കാരണം ഇത് ഇറങ്ങിയിട്ട് ആ ദിവസം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് ഇട്ടത്. എന്തായാലും ഈ ഒരു റേഞ്ച് തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, വലിയ വില കൊടുത്ത് ഈ വാങ്ങിക്കാൻ സമയമായതെങ്കിൽ ഞാൻ പറയുന്നത് ഇല്ല, നിൽക്ക് 1000 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടിയൊക്കെ ഉടനെ വന്നിരിക്കാം. അപ്പോൾ നമുക്കൊരു മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല. 800-നടുത്ത് ഇപ്പോൾ തന്നെ റേഞ്ച് കിട്ടിയെന്നുള്ളതുകൊണ്ട് എന്തായാലും 1000-ന് മുകളിലേക്കൊന്നും ഉടനെ ഒന്നും വരാനുള്ള സാധ്യതയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും കാണാൻ വീണ്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പണം വളർത്താനുള്ള നിക്ഷേപ മാർഗ്ഗത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർപ്പിക്കുന്നു. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലുള്ള ലിങ്കിൽ പോയാൽ കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ജൂൺ 15-ന് മുമ്പ് നോക്കുക. അന്നാണ് NFOയുടെ ലാസ്റ്റ് ആയിട്ട്. അതായത് ഇനി 3 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ ആയിട്ട് കാണാം. ബൈ.